ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ ആരാധ്യനേ ശിരസ്സ് നമിച്ചു പാടാം. ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഈശോയെ നോക്കി പാടിയാലോ ഒരുമിച്ച്? സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഈശോയിതാ സർവസമ്പന്നനായവൻ, സർവശക്തനായവൻ എന്നെ തന്നെ നോക്കി എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ സുഖപ്പെടുത്താൻ അവനിതാ എന്നോടൊപ്പം നിൽക്കുന്നു. അവനാണ് എൻ്റെ ശക്തി, അവനാണ് എൻ്റെ ജീവൻ. യേശുവേ ആരാധിക്കുന്നു ഞാൻ. യേശുവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. നമുക്ക് ആവർത്തിച്ച് പാടാം ആ വരികൾ. സന്തോഷം എന്നാശയം നീ മാത്രമെന്നേശുവേ. സന്തോഷവും എന്നാശയം നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. മാത്രമാണ് യോഗ്യൻ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. എനിക്കായി സഹിച്ചവൻ, എനിക്കായി ക്രൂശിക്കപ്പെട്ടവൻ, എനിക്കായി മരിച്ചവൻ, എനിക്കായി ഉത്ഥാനം ചെയ്തവൻ, ഇതാ ഈശോ, ഇതാ ജീവിക്കുന്ന ഈശോ, ഇതാ ശക്തി തരുന്ന ഈശോ, സൗഖ്യം തരുന്ന ഈശോ നമ്മുടെ അടുത്ത്. ഏറ്റവും സ്നേഹത്തോടെ നോക്കണം ആ മുഖത്തേക്ക്. അവനറിയാം എൻ്റെ ഇന്നലകളും ഇന്നും നാളെയും. ആരാധിച്ചുകൊണ്ട് പാടാം ആ വലിയ സാന്നിധ്യത്തെ. എൻ പേർക്കായി ക്രൂശിതനാ
സ്നേഹവാനാമേശുവേ, എൻ പേർക്കായി നീ ക്രൂശിതനാ. സ്നേഹവാനാമേശുവേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കു യോഗ്യനേ. എല്ലാവരും ചേർന്ന് പാടുന്നു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ആ കണ്ണുകളിലേക്ക് തന്നെ നമുക്ക് ഉറ്റുനോക്കണം. കണ്ണ് നിറയെ കാണണം ആ മുഖം. കൊതിയോടെ നോക്കണം വീണ്ടും വീണ്ടും. മറ്റെവിടെ നിന്നും ആശ്വാസമില്ല നമുക്ക്. മറ്റാരിൽ നിന്നും ആശ്വാസമില്ല നമുക്ക്. ഒരുവനേയുള്ളൂ ആശ്വാസം തരാൻ, ഒരുവനേയുള്ളൂ സ്നേഹം തരാൻ, ഒരുവനേയുള്ളൂ നമുക്ക് ശക്തി തരാൻ. നമ്മുടെ ഈശോ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുമെന്ന് പറഞ്ഞവൻ, അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തുമെന്ന് പറഞ്ഞവൻ, ഇതാ ഈ അൾത്താരയിൽ സ്വർഗവാസികൾ മുഴുവനുമുണ്ട് ഇവിടെ. പരിശുദ്ധ അമ്മ ഈ അൾത്താരയ്ക്ക് തൊട്ട് മുൻപിൽ മുട്ടുകുത്തി നിൽപ്പുണ്ട്. മാലാഖമാർ, വിശുദ്ധരെല്ലാവരും നമുക്കൊപ്പം സന്നിഹിതരാണ്. ഈശോയെ ആരാധിക്കാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ, ഈശോയെ സ്തുതിക്കാൻ. ആ കണ്ണുകളിലേക്ക് നോക്കി നമുക്ക് അവിടുത്തോട് പറയാൻ പറ്റണം, ഈശോയെ നീയാണ് എൻ്റെ ശക്തി, ഈശോയെ നീയാണ് എൻ്റെ ബലം, ഈശോയെ നീയാണ് എൻ്റെ ശക്തി കേന്ദ്രം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാലും ദൈവമാണ് എൻ്റെ ബലം. സങ്കീർത്തകനോടൊപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കും പറയാൻ കഴിയട്ടെ, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാലും എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. സർവസൃഷ്ടികൾക്കും യോഗ്യനായവൻ, പുകഴ്ചയ്ക്ക് യോഗ്യനായവൻ, മഹത്വത്തിന് യോഗ്യനായവൻ, അവൻ്റെ മുൻപിലാണ് നമ്മൾ മുട്ടുകുത്തി നിൽക്കുക. ആ വരികൾ ഒരിക്കൽ കൂടെ ആലപിക്കുമ്പോൾ, ആരാധ്യനായവനെ, ഉന്നതനായവനെ മനസ്സുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, ജീവിതം തന്നുകൊണ്ട് ആരാധിക്കുന്നു. ഈ രോഗശയ്യയിലായിരിക്കുന്ന അവസ്ഥയിലും നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഈ ഏകാന്തതയിലും നിരാശയിലും കഠിന ദുഃഖത്തിലും നിന്നെ ഞാൻ ആരാധിക്കുന്നു. ജീവിതം തന്നെ മടുത്തു എന്ന് തോന്നുന്ന ഈ സാഹചര്യത്തിലും ഈശോയെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവൻ, എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും പുകഴ്ചയ്ക്കും അർഹനായവൻ ഈശോയെ, ഹൃദയപൂർവ്വം ഞാൻ നിന്നെ ആരാധിക്കും. കൈകൾ കൂപ്പി ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഒരിക്കൽ കൂടെ ആ വരികൾ, ഇപ്പോൾ തന്നെ ആലപിച്ച ആ വരികൾ
ഒന്നുകൂടെ ഹൃദയപൂർവ്വം നമുക്ക് പാടണം. എൻ്റെ ഈശോയെ കൊതിയോടെ എനിക്ക് ആരാധിക്കണം. നമുക്ക് ചേർന്ന് പാടാം. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സന്തോഷവും പാടാം. എന്നാശയും യേശുവേ നീ മാത്രമെന്നേശുവേ. ബോധ്യത്തോടെ പാടിയാലോ എല്ലാവരും. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഈശോയോട് പറയണം, നീ മാത്രം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. വിശ്വാസത്തോടെ പാടാം ഒരിക്കൽ കൂടെ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. നിന്റെ ഈശോ നിന്നെ തന്നെ നോക്കുന്നു സഹോദര. നിന്റെ ഈശോ നിന്നെ തന്നെ നോക്കുന്നു സഹോദരി. കണ്ണ് നിറയുന്നുണ്ടോ? മനസ്സ് മുറിഞ്ഞാണോ ഇരിക്കുന്നത്? ശരീരത്തിൽ മുഴുവൻ രോഗമാണോ? ഇന്നലകളിലെ ഓർമ്മകൾ നിന്നെ തളർത്തുവാണോ? ജീവിതം തന്നെ ഇട്ടിട്ട് പോകാൻ തോന്നുവാണോ? നിനക്ക് ശക്തി തരാൻ, നിനക്ക് ധൈര്യം തരാൻ, വീണ്ടും നിന്റെ ജീവിത യാത്രയെ ബലപ്പെടുത്താൻ ഇതാ ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന സമയം. ഇതാ ഈശോ ആണിപ്പാടുള്ള കരങ്ങൾ നിന്റെ ശിരസിൽ വെക്കുന്ന സമയം. രണ്ട് കരങ്ങളും നല്ലതുപോലെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരു കൊച്ചു കുഞ്ഞ് അപ്പച്ചന്റെ അടുത്ത് വന്നിട്ട് എന്നെ എടുക്ക അപ്പച്ച എന്ന് പറയുന്ന അതേ മനോഭാവം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം അപ്പച്ച എന്ന് പറയുന്ന അതേ മനോഭാവം, രണ്ട് കരങ്ങളും ഉയർത്തി എൻ്റെ ഈശോയെ എന്നുള്ള നിലവിളി, എൻ്റെ ഈശോയെ എന്നുള്ള സ്വരം അതിവിടെ അലയടിക്കണം. ഈ ദേവാലയം മുഴുവനും അലയടിക്കണം. ഈ പ്രപഞ്ചം മുഴുവനും അലയടിക്കണം. എത്ര സ്നേഹത്തോടെ വിളിക്കാവോ, എത്ര വിശ്വാസത്തോടെ നിനക്ക് വിളിക്കാവോ. വീട്ടില് നീ ഒറ്റയ്ക്കാണോ? രോഗശയ്യയിൽ നിനക്ക് അരികെ ഇരിക്കാൻ ആരുമില്ലേ? ഇതാ ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു മകനെ. ഇതാ ഈശോ നിന്നെ തൊടുന്നു മകളെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, അറിയാവുന്നത് പോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഒറ്റയ്ക്കിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഇതാ ഈശോ വരുന്നു മകനെ. നീ ഒറ്റയ്ക്കാണെങ്കിൽ നിന്റെ അടുത്തിരിക്കാൻ ഈശോ വരും ഇപ്പോൾ. യേശുവേ 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 യേശുവേ. ജീവിതത്തിന്റെ നിരാശ മുഴുവനും ഈശോ എടുത്തു മാറ്റും ഇപ്പോൾ. യേശുവേ 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 യേശുവേ. എത്ര സ്നേഹത്തോടെ വിളിക്കാവോ വിളിക്കണം ഈശോയെ. മടികൂടാതെ വിളിക്കണം ഈശോയെ. യേശുവേ യേശുവേ എന്റെ ഈശോയെ എന്റെ ഈശോയെ എന്റെ ഈശോയെ എന്റെ ഈശോയെ എന്റെ യേശുവേ എന്റെ യേശുവേ. ഈശോയെ 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 വിളിച്ചാലോ ഈശോയെ. ഈശോയെ ഈശോയെ ഒന്നിച്ച് വിളിക്കാം ഈശോയെ. ഈശോയെ ഈശോയെ ജീവിക്കുന്ന ഈശോയെ വിളിക്കാം. ഈശോയെ എന്റെ ഈ കൊച്ചു വീട്ടിലേക്ക് വരണം ഈശോ. ഈശോയെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണം ഈശോ. ഈശോയെ ഈശോയെ ഈ രാത്രി അനുഗ്രഹിക്കാതെ പോകല്ലേ ഈശോയെ. ഈശോയെ ഈ രാത്രി സുഖപ്പെടുത്താതെ പോകല്ലേ ഈശോയെ. ഈശോയെ 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 വിളിക്കാം. ഈശോയെ
ഈശോ മാത്രം നിറയണമെന്നിൽ, ഈശോ മാത്രം നിറയണമെന്നിൽ. എത്ര വിളിച്ചാലും കൊതി തീരരുത്, എത്ര വിളിച്ചാലും മടുപ്പ് തോന്നല്ല ഈശോയെ. എത്ര വിളിച്ചാലും പിന്നെയും വിളിക്കണം, പിന്നെയും വിളിക്കണം ഈശോയെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മുഖം ഒരിക്കലും ഇനി മാഞ്ഞു പോകരുത്. ഈ മുഖം ഒരിക്കലും മായ്ച്ചു കളയാൻ ശ്രമിക്കരുതിനി. കാരണം അവൻ വരുന്നു ഹൃദയത്തിൽ വസിക്കാൻ. അവൻ നിറയുന്നു നിന്റെ മനസ്സിന് ശക്തി തരാൻ. അവൻ വരുന്നു നിന്റെ ശരീരത്തിന് ആരോഗ്യം തരാൻ. അവൻ വരുന്നു നിന്റെ കുടുംബത്തെ പുതുക്കിപ്പണിയാൻ, നിന്റെ സമർപ്പിത ജീവിതത്തെ ബലപ്പെടുത്താൻ. ഇതാ ഈശോ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഇതാ ഈശോ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. നിറയട്ടെ ആ സാന്നിധ്യം, ലഭിക്കട്ടെ ആ വലിയ സാന്നിധ്യം. ഇപ്പോൾ ലോകത്തൊരിടത്തു നിന്നും കിട്ടാത്ത, മറ്റാരിൽ നിന്നും ലഭിക്കാത്ത ആ വലിയ ദൈവ സാന്നിധ്യം ഇപ്പോൾ ലഭിക്കട്ടെ. നമുക്ക് മനസ്സ് മുഴുവൻ നിറയട്ടെ. ഇപ്പോൾ സ്വർഗീയ കൃപകൾ മുഴുവൻ വാരി വിതറുന്ന സമയമായത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കണ്ണ് തുറന്ന് ഈശോയെ തന്നെ നോക്കി നിൽക്കണം. ഈശോ മാത്രം മതി നമുക്ക്, ഈശോ മാത്രം മതി നമുക്ക്. മറ്റെന്താ നമുക്ക് വേണ്ടത്? സമ്പത്ത് വേണ്ടാലോ, സ്ഥാനമാനങ്ങൾ വേണ്ടാലോ, സുഖ സൗകര്യങ്ങൾ വേണ്ടാലോ. ഈശോ മതി നമുക്ക്, നമ്മുടെ ഈശോ മതി നമുക്ക്. കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, തകർച്ചകൾ സംഭവിച്ചാലും, ഒന്നിനു പുറകെ ഒന്നായി നഷ്ടങ്ങൾ വന്നാലും, കുടുംബം മുഴുവനും തകർന്നു പോയാലും, ഒറ്റയ്ക്കായി പോയാലും, നമുക്ക് നമ്മുടെ ഈശോ മതി, നമുക്ക് നമ്മുടെ ഈശോ മതി. ഈശോ ഇല്ലാതെ നമുക്ക് മുന്നേറാൻ പറ്റുമോ? ഈശോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈശോയെ കാണാതെ ഇരിക്കാൻ പറ്റുമോ? ഈശോയുടെ കൂടെ അല്ലാതെ നടക്കാൻ പറ്റുമോ? നമുക്ക് ഈശോയുടെ കരങ്ങളിൽ പിടിക്കാം, ഈശോയുടെ കൈകളിൽ പിടിക്കാം. ആ ഈശോ തന്നെ ബലമായി മാറട്ടെ, ഈശോ തന്നെ ശക്തിയായി തീരട്ടെ. സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കും, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്ക്, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്ക്. അവൻ നിന്നെ താങ്ങും. അവന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് മകനെ, അവന്റെ കരങ്ങൾക്ക് ബലമുണ്ട് മകനെ. ഈ കരങ്ങള് കുറുകിപ്പോയിട്ടില്ല, ഈ കരങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. അവൻ നിന്നെ താങ്ങിപ്പിടിക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും. കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിക്കാം. എത്രത്തോളം ഉയർത്താവോ? നിന്റെ തകർച്ചകളും നിന്റെ നൊമ്പരങ്ങളും ഉയർത്തണം ഇപ്പോൾ. ഈ കരങ്ങൾ വെറുതെ അല്ല നീ ഉയർത്തിയിട്ടുള്ളത്. ഈ കരങ്ങളിൽ നിന്റെ ഇന്നലെ വരെ ഒഴുക്കിയ കണ്ണുനീർ തുള്ളികൾ മുഴുവനുമുണ്ട്. ആരും അറിയാതെ നീ ഉതിർത്ത നെടുവീർപ്പുകളുണ്ട്. ആരോടും പറയാതെ ഒതുക്കി വെച്ച എല്ലാ സങ്കടങ്ങളുമുണ്ട് ഈ കൈകളിൽ. അവൻ കാണട്ടെ അത്, അവൻ ഏറ്റെടുക്കട്ടെ ഇത്. ഈശോ മതി നമുക്ക്, ഈശോ മതി നമുക്ക്. ഒരിക്കൽ കൂടെ ഈ ദൈവിക സാന്നിധ്യത്തെ, ഈ സ്വർഗീയ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ അവൻ കരങ്ങളിൽ നമ്മെ ഏറ്റെടുക്കുന്നത് കണ്ട്, അവൻ നമ്മെ കരം കൊണ്ട് ചേർത്ത് പിടിക്കുന്നത് കണ്ട്, അവൻ നെറുകയിൽ ചുംബിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് സ്തുതിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ ഈശോ മതി എനിക്ക്, എൻ്റെ ഈശോ മതി എനിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കണം, മണികൂടാതെ വിളിക്കണം. നീ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും വിളിക്കണം ഇപ്പോൾ. ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും ഒരുമിച്ച് വിളിക്കണം ഇപ്പോൾ.
യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഈശോയോട് പറഞ്ഞാലോ ഒരുമിച്ച്? യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എല്ലാവരും പറയണം ഈശോയോട്. യേശു മാത്രം മതി, അത് മതി ഈശോയെ. യേശു മാത്രം മതി, ഈശോയെ നീ മതി യേശു എനിക്ക്. മാത്രം മതി എനിക്ക്. ആവർത്തിച്ച് എല്ലാവരും ചേർന്ന്. യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. സമ്പത്ത് യേശു നഷ്ടപ്പെട്ടാലും, മാത്രം മതി, ആരോഗ്യം യേശു നഷ്ടപ്പെട്ടാലും, മാത്രം മതി, സന്തോഷം നഷ്ടപ്പെട്ടാലും, യേശു മാത്രം മതി എനിക്ക്. വലതുകരം ഉയർത്തിപ്പിടിച്ച് പാടണം. യേശു മാത്രം മതി, യേശു വിശ്വാസത്തോടെ, മാത്രം മതി, ഉറച്ച ബോധ്യത്തോടെ, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അല്പം കൂടെ സ്വരത്തിൽ പാടിയാലോ? യേശു മാത്രം മതി, ഈശോ തിരിച്ചറിയും നിന്റെ യേശു സ്വരം. മാത്രം മതി, യേശു തിരിച്ചറിയും യേശു നിന്റെ സ്വരം. മാത്രം മതി എനിക്ക്. യേശുവേ യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, ദേശങ്ങളിലും യേശു മാത്രം മതി കണ്ണുനീരിലും എനിക്ക്. പരാജയത്തിലും യേശു മാത്രം മതി, നൊമ്പരങ്ങളിലും യേശു മാത്രം മതി, മുറിപ്പാടുകളിലും യേശു മാത്രം മതി എനിക്ക്. എനിക്ക് ഈശോയെ നീ മാത്രം മതി യേശു എനിക്ക്. മാത്രം മതി, മറ്റാരും യേശു വേണ്ട, മാത്രം മതി, മറ്റൊന്നും വേണ്ട. യേശു മാത്രം മതി എനിക്ക്. കരങ്ങൾ ഹൃദയത്തോട് യേശു ചേർത്ത് വെച്ച്. മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അവനാ നമ്മുടെ യേശു ശക്തി, മാത്രം മതി, അവനാ നമ്മുടെ ബലം, യേശു മാത്രം മതി, അവനാ നമ്മുടെ ശക്തി യേശു കേന്ദ്രം, മാത്രം മതി അവനാ നമ്മുടെ സ്നേഹം. എനിക്ക്. യേശുവേ യേശു മാത്രം മതി, എല്ലാം മറക്കുന്നു, യേശു മാത്രം ഈശോയെ മതി, മാത്രം കാണുന്നു, യേശു മാത്രം മതി ഈശോയോട് മാത്രം പറയുന്നു എല്ലാവരും. യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, സൗഖ്യം തരും ഇപ്പോൾ, യേശു മാത്രം മതി വലിയ സ്വാതന്ത്ര്യം തരും ഇപ്പോൾ. യേശുവേ യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി എനിക്ക്. സഹോദര സഹോദരി, ഈശോ ഉറ്റുനോക്കുന്ന കാണുന്നുണ്ടോ? ഈശോ നിന്നെ തന്നെ നോക്കുന്നത് നീ കാണുന്നുണ്ടോ? നീ തളരാതിരിക്കാൻ, നീ തകരാതിരിക്കാൻ, നീ വേദനിച്ച് പുറകോട്ട് പിന്തിരിയാതിരിക്കാൻ ഇതാ ഈശോ നിന്റെ അരികിൽ, ഈശോ നിന്റെ അരികിൽ. വാവിട്ട് കരയുന്നു നീ എങ്കിൽ, മടുത്തു ഈശോയെ എന്ന് നീ പറഞ്ഞ് കരയുന്നുവെങ്കിൽ വീണ്ടും നിന്നെ ബലപ്പെടുത്താൻ ഇതാ ഈശോ. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ തുടങ്ങിയപ്പം കാറ്റ് പ്രതികൂലമായി. അതുവരെയും അനുകൂലമായിരുന്ന സാഹചര്യമായിരുന്നു, പക്ഷേ പ്രതികൂലമായ കാറ്റ് നടക്കാൻ പറ്റാതെയായി. ഭയപ്പെട്ടു പോയി പത്രോസ്. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി, പേടിച്ചു പോയി. ഉറക്കെ നിലവിളിച്ചു, യേശുവേ രക്ഷിക്കണേ, യേശുവേ രക്ഷിക്കണേ. കർത്താവ് കൈ നീട്ടി പത്രോസിനെ വേഗം പിടിച്ചു ഉയർത്തി. എന്നിട്ട് ധൈര്യം കൊടുക്കുന്നു. എന്തിനാ നീ സംശയിച്ചത്? എന്തിനാ നീ സംശയിച്ചത് മോനെ? എന്തിനാ നീ സംശയിക്കുന്നത് മോളെ? ഞാനല്ലേ കൂടെയുള്ളത്, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. കരയരുതിനി, തളരരുതിനി. നിസ്സഹായതയിൽ സഹായിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ഒരു വാക്കുകൊണ്ട് പോലും നിനക്കൊരു ബലം തരാൻ ആരുമില്ലെങ്കിലും നിന്റെ കരം പിടിക്കാൻ ഈശോ നിന്റെ അടുത്തുണ്ടിപ്പോൾ.
പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിരാശപ്പെടാൻ മാത്രമേ വകയുള്ളൂ. നിനക്ക് അറിയാം, അറിയാം. എനിക്ക് ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം കുഞ്ഞെ, എനിക്കറിയാം. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന നിന്റെ ഈശോ, നിന്നെ ബലപ്പെടുത്തുന്ന നിന്റെ ഈശോ, അവൻ തന്നെ ഹൃദയത്തിൽ നിറയട്ടെ. കർത്താവേ രക്ഷിക്കണേന്ന് ഒന്ന് വിളിക്കാൻ പറ്റുമോ? കർത്താവേ രക്ഷിക്കണേന്ന് അധരം കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? ഈ പ്രതികൂല സാഹചര്യത്തെ ഒന്ന് തരണം ചെയ്യാൻ, എന്നെ ശക്തിപ്പെടുത്താൻ ഒന്ന് മനസ്സാകണേ എന്ന് നമുക്ക് ഈശോയോട് പറയണം. നമുക്ക് ഈശോയോട് പറയണം, എന്നെ രക്ഷിക്കണേ എന്ന് പറയണം. പാപത്തിന്റെ പിടിയിൽ നിന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഈ പാപത്തിന്റെ വേര് ഒന്ന് പറിച്ചു കളയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്, ഈ അടിമത്തം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് ഈശോ ഈ സമയം നിന്നെ സഹായിക്കും മകനെ. ഈ സമയം നിന്റെ കൈ പിടിച്ച് നിന്നെ ഉയർത്തും മകളെ. വെള്ളത്തിൽ മുങ്ങിപ്പോയ പത്രോസിനെ മാത്രമല്ല, പാപത്തിൽ മുങ്ങിപ്പോകുന്നവരെ, രോഗത്തിൽ വീണു പോകുന്നവരെ, നൊമ്പരങ്ങളിൽ വീണു പോകുന്നവരെ അവൻ കൈ പിടിച്ചുയർത്തും. ഇപ്പോൾ കൈകൾ യാചനാപൂർവം തുറന്നു പിടിക്കാം. യാചനാപൂർവം തുറന്നു പിടിച്ച് യേശുവേ രക്ഷിക്കാൻ മനസ്സാകണം, സുഖപ്പെടുത്താൻ മനസ്സാകണം. ധൈര്യം വേണം എനിക്ക്. പേടി തോന്നുന്നു പലപ്പോഴും. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ ഒതുങ്ങിക്കൂടാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഓരോ ദിവസത്തെയും യാഥാർത്ഥ്യങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ എന്നെ രക്ഷിക്കണേ എന്ന്, ഈശോയെ എന്നെ സഹായിക്കണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം. നീ എത്ര പേരെ ഈശോ സഹായിച്ചു, എത്ര പേരെ ഈശോ രക്ഷിച്ചു, എത്രയധികം പേരെ ഈശോ സ്നേഹിച്ചു സ്വന്തമാക്കി. നിന്നെ സ്നേഹിക്കില്ലേ ഈശോ? നിന്നെ സഹായിക്കില്ലേ ഈശോ? നിന്നെ ബലപ്പെടുത്തില്ലേ ഈശോ? വിശ്വസിക്കാവോ? നിനക്ക് വിശ്വസിക്കാവോ മകനെ? വിശ്വസിക്കാവോ മകളെ? ഈശോയെ വിളിക്കാം. രക്ഷിക്കാൻ വരണേന്ന്, സുഖപ്പെടുത്താൻ വരണേന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി പാടിത്തരു നീരടികൾ പാടി കർത്താവിനെ ഹൃദയത്തിലേക്ക്, നീറുന്ന അനുഭവങ്ങളിലേക്ക് നമുക്ക് വിളിക്കാം. ഒപ്പിയെടുക്കട്ടെ കണ്ണുനീര്. ഇനി ഒരിക്കലും കരയാൻ, ഇനി ഒരിക്കലും ഈ മുഖം വാടാൻ അവൻ അനുവദിക്കില്ല. അവൻ ബലപ്പെടുത്തും നിന്നെ. വിളിച്ചു പ്രാർത്ഥിക്കാം. രക്ഷിക്കണേ ഈശോയെ. രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ. പാടിയാലോ? രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, പാടാം. രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, ഒരുമിച്ച് പാടാം. രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, കടബാധിതയിൽ നിന്ന്, രക്ഷക ഞെരുക്കങ്ങളിൽ നിന്ന്, രക്ഷിക്കണേ, തീരാത്ത കേസിൽ നിന്ന്, രക്ഷക രക്ഷിക്കണേ, മക്കളുടെ ജീവിതങ്ങളെ, രക്ഷക രക്ഷിക്കണേ, ജീവിത പങ്കാളിയെ, രക്ഷക രക്ഷിക്കണേ, സഹോദരങ്ങളെ, രക്ഷക രക്ഷിക്കണേ, രക്ഷിക്കണേ ഈശോയെ. രക്ഷക രക്ഷിക്കണേ, പാടാം. രക്ഷക രക്ഷക രക്ഷിക്കണേ, യേശുവേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, യേശുവേ, രക്ഷക രക്ഷിക്കണേ, യേശുവേ, രക്ഷക രക്ഷിക്കണേ, ഈശോയെ. രക്ഷക രക്ഷിക്കണേ. ആ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കണം. കരയാൻ അതിനല്ലേ അറിയൂ നമുക്ക്? വേറെ എന്തെങ്കിലും നമുക്കറിയോ? കരയാൻ
ഒത്തിരി കരയാൻ, പിന്നെയും കരയാൻ, പിന്നെയും നിലവിളിക്കാൻ അതിനെ സാധിക്കൂ നമുക്ക്. പത്രോസും അത് തന്നെയാ ചെയ്തത്. ഉറക്കെ നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു. മർത്തായും ചെയ്തു, കരഞ്ഞോണ്ട് പറഞ്ഞു. മർത്തായും പറഞ്ഞു കരഞ്ഞോണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈശോ അവരുടെ കൂടെ നിന്ന് കരഞ്ഞു, കൂടെ നിന്ന് കരഞ്ഞു. ഈ കണ്ണുനീരിൽ നിന്ന് എന്നെ രക്ഷിക്കണം ഈശോയെ, ഈ കണ്ണുനീരിൽ നിന്ന് എന്നെ രക്ഷിക്കണം ഈശോയെ. ആരുമില്ല ഈശോയെ എനിക്ക്, ഒറ്റയ്ക്കാ ഞാൻ ഈശോയെ. ആരുമില്ല ഈശോയെ എനിക്ക്, ഒറ്റയ്ക്കാ ഈശോയെ ഈ ജീവിതം. കണ്ണുനീര് ഒഴുകണം ഇപ്പോൾ നിന്റെ ഈശോയുടെ മുൻപിൽ, കണ്ണുകൾ നിറഞ്ഞൊഴുകണം ഇപ്പോൾ. എന്നേക്കുമായി അവൻ നിന്നെ ചേർത്ത് പിടിക്കും. കുഞ്ഞേ, തളരല്ല്, കുഞ്ഞേ, വേദനിക്കല്ല്, ധൈര്യമായിട്ടിരിക്ക, ധൈര്യമായിട്ടിരിക്ക. ഞാനുണ്ട് നിന്റെ കൂട്ടത്തില്, ഞാനുണ്ട് നിന്നെ ബലപ്പെടുത്താൻ, ഞാനുണ്ട് നിനക്ക് ധൈര്യം തരാൻ. കൈകള് അൽത്താരയിലേക്ക് തന്നെ നീട്ടിപ്പിടിക്കാം. എല്ലാം അടുത്ത് നിൽക്കുന്നവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. ഈശോ, നമ്മുടെ ഈശോ, അവനോടാ പറയുക, അവനോടാ പറയുക. എൻ്റെ കുടുംബത്തിന്റെ നീറുന്ന അനുഭവം മറ്റുള്ളവർക്കൊന്നും അറിയില്ല ഈശോയെ, മറ്റു സഹോദരങ്ങൾക്ക് പോലും അറിയില്ല ഈശോയെ. ആരെയും അറിയിക്കാതെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കരുതി ഒന്നും പറഞ്ഞിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. കുടുംബത്തിന്റെ അവസ്ഥ പുറത്ത് പറയാൻ പറ്റില്ല ഈശോ, പുറത്ത് പറയാൻ പറ്റില്ല ഈശോ. ശിരസ് കുനിച്ച് നടക്കേണ്ട അവസ്ഥയാ എനിക്ക്. നട്ടെല്ല് നിവർത്തി ശിരസ് ഉയർത്തി നടന്നിട്ട് എത്രയോ നാളായി. മുഖം കുനിച്ച്, മുഖം വാടി, കണ്ണുനീരോടെ നടക്കുന്ന ജീവിതം. യേശുവേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന്, എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷക, രക്ഷിക്കണേ എന്ന് ഒന്നുകൂടെ പാടുമ്പോ നിന്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ ഈശോ വരികയാ. ഈ ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും നിന്റെ കൊച്ചു ഭവനത്തിലേക്ക് ഇപ്പോൾ ഈശോ വരുന്നു. ആ ഗേറ്റ് കടന്ന്, പ്രധാന വാതിലും കടന്ന് നിന്റെ മുറിയിലേക്ക് ഇപ്പോൾ ഈശോ വരുന്നു. നീ ഇരിക്കുന്ന മുറിയില്, നിന്റെ കസേരയ്ക്ക് അടുത്ത്, നിന്റെ കട്ടിലിനടുത്ത്, നീ ഇരിക്കുന്ന തറയില് ഇതാ ഈശോ വന്നിരിക്കുന്നു നിന്റെ അടുത്ത്. കാണാൻ പറ്റുന്നുണ്ടോ? പറയാം, രക്ഷിക്കണേ ഈശോയെ, എന്റെ കുടുംബത്തെ രക്ഷിക്കണേ ഈശോയെ. വിശ്വാസത്തോടെ പാടാവോ? വിശ്വാസത്തോടെ പറയാവോ? ഈശോയോട് പറയാവോ രക്ഷിക്കണേ എന്ന്? നമുക്ക് ചേർന്ന് പാടാം ഒരുമിച്ച്. രക്ഷക, രക്ഷിക്കണേ, രക്ഷക, രക്ഷിക്കണേ. ഉറക്കെ പാടിയാലോ? രക്ഷക, രക്ഷിക്കണേ, രക്ഷക, രക്ഷിക്കണേ. ചേർന്ന് വിളിക്കണം ഈശോയെ. രക്ഷക, രക്ഷിക്കണേ, യേശുവേ, രക്ഷക, രക്ഷിക്കണേ. ആവർത്തിച്ച് വിളിക്കണം ഈശോയെ. രക്ഷക, രക്ഷിക്കണേ. എല്ലാ തടസ്സങ്ങളും ഈശോ കാണട്ടെ. രക്ഷിക്കണേ. കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ ഇപ്പോൾ. രക്ഷിക്കണേ. ഈശോ നിന്റെ വീട്ടിൽ ഇപ്പോൾ. രക്ഷിക്കണേ. ആവർത്തിച്ച് പാടാം. രക്ഷക, രക്ഷിക്കണേ, രക്ഷക, രക്ഷിക്കണേ, രക്ഷക, രക്ഷിക്കണേ, രക്ഷക, രക്ഷിക്കണേ. കരങ്ങൾ രണ്ടും നല്ലപോലെ ഉയർത്താം. രണ്ട് കരങ്ങളും ഉയർത്തണം, അവന്റെ മുൻപിൽ ഉയർത്തണം. രക്ഷിക്കുന്നവന്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തണം. സുഖപ്പെടുത്തുന്നവന്റെ കരങ്ങളുടെ മുൻപിൽ നിന്റെ കരങ്ങൾ ഉയർന്നു നിൽക്കണം. നിന്റെ ഈശോയുടെ മുൻപിൽ നീ കരങ്ങൾ ഉയർത്തണം. മകനെ, മകളെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ തളർന്നിരിക്കേണ്ടവനല്ല, നീ തകർന്നിരിക്കേണ്ടവളല്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഈശോയുടെ കൈകളിൽ മുറുകെ പിടിക്കാം. ഒരിക്കലും ഈ കരം ഇനി ഇട്ടിട്ട് പോകാൻ ഇടയാക്കല്ല്, ഒരിക്കലും ഈ കരം ഇട്ടിട്ട് പോകാൻ ഇടവരല്ല്. മുറുകെ പിടിക്കാം, നമുക്ക് മുറുകെ പിടിക്കാം നമുക്ക് ഈശോയുടെ കരങ്ങളിൽ. എന്നിട്ട് എല്ലാം മറന്ന്, എല്ലാം മറന്ന് ഒന്നുകൂടെ ഒന്ന് സ്തുതിക്കണം,
ഈ സ്തുതിയുടെ സമയത്ത് തന്നെ നിന്റെ ഭവനത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നിന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഈശോ നിറയട്ടെ, ഈശോ നിറയട്ടെ. ഒരുമിച്ച് വിളിക്കാം. എത്ര സ്വരത്തിൽ വിളിക്കാവോ, എത്ര സ്നേഹത്തോടെ വിളിക്കാവോ, വിളിക്കാം ഒരുമിച്ച്. നോക്കണ്ട ആരെയും. വിളിച്ചോ നീ ഈശോയെ, നീ ഈശോയെ വിളിച്ചോ. നിന്റെ വീട് നിറയട്ടെ ഈശോ, സ്ഥാപനത്തിൽ നിറയട്ടെ ഈശോ. യേശുവേ, 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 യേശുവേ. മക്കളിൽ, ജീവിത പങ്കാളിയിൽ, സഹോദരങ്ങളിൽ, സുഹൃത്തുക്കളിൽ, അധികാരികളിൽ, സഹപ്രവർത്തകരിൽ ഈശോ നിറയട്ടെ ഇപ്പോൾ, ഈശോ നിറയട്ടെ ഇപ്പോൾ. യേശുവേ, 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 യേശുവേ. മുട്ടുകുത്തി നിൽക്കാം. അവൻ അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ഈശോയ്ക്ക് കേൾക്കാൻ പറ്റാത്തൊരു പ്രാർത്ഥനയുമില്ല. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്കായി അവൻ തുറക്കുന്ന രാത്രിയായത്. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ എന്നേക്കുമായി അവൻ തുറക്കുന്ന രാത്രി. ഈശോ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റില്ല. ഈശോ ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. സഹോദര, നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങേണ്ട അനുഗ്രഹങ്ങൾ, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട എല്ലാ കൃപാവരങ്ങളും ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ സഹോദരി, ഇതാ ഈശോ ആ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ മുഴുവനും തുറക്കുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ മുഴുവനും ഇപ്പോൾ ഈശോ തുറക്കുന്നു. അത്ഭുതങ്ങളുടെ ലോകത്തേക്ക്, അടയാളങ്ങളുടെ ലോകത്തേക്ക് നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ ഇതാ ഈശോ നിന്റെ ഒപ്പം, ഈശോ നിന്റെ ഒപ്പം. ഉത്ഥാനം ചെയ്ത ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? നിനക്ക് വേണ്ടി മരിച്ച ഈശോ നിന്റെ അടുത്ത് നിൽക്കുന്നത്, നിന്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കുന്നത്, ആ ചങ്കിലേക്ക് ചേർത്ത് പിടിച്ച് തെരുതെരേ ഉമ്മ വെച്ച് നിന്നെ ബലപ്പെടുത്തുന്നത് അനുഭവിക്കണം ഇപ്പോൾ. അവൻ നമ്മെ ആശീർവദിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു ഇപ്പോൾ. അവൻ നമ്മെ ഒരിക്കൽ കൂടെ പുതുക്കി പണിയുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി ചെയ്യാൻ അവസാന ശ്വാസം വരെ അവനോടൊപ്പം മാത്രം മുന്നേറാൻ, സമർപ്പിത ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ നിന്റെ കരങ്ങൾക്കിപ്പോൾ ഈശോ ശക്തി തരും. നിന്റെ മനസ്സിനിപ്പോൾ ഈശോ ബലം തരും. നിന്റെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഉള്ളിൽ നിറയുന്നു ഈശോ, മനസ്സിൽ നിറയുന്നു ഈശോ. ശക്തിയായി, കൃപയായി, സ്നേഹമായി, സൗഖ്യമായി നിറയുന്നു ഈശോ. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി, ഈ രാത്രി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാത്രിയാക്കി ഈശോ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നീ ആർക്കൊക്കെ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ, ആരുടെയൊക്കെ മുഖം നിന്റെ മനസ്സിലേക്ക് വരുന്നുവോ, അവരെയൊക്കെ ചേർത്ത് പിടിക്ക്, അവരെയൊക്കെ ഈശോയുടെ കയ്യിലേക്ക് വച്ചു കൊടുക്ക്. അവരെയൊക്കെ ഈശോ അനുഗ്രഹിക്കട്ടെ, അവരെയൊക്കെ ഈശോ ബലപ്പെടുത്തട്ടെ, അവരെയൊക്കെ ഈശോ സുഖപ്പെടുത്തട്ടെ. ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. അവൻ രണ്ട് കരവും ശിരസിൽ വെച്ച് നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരുങ്ങാം. കൈകൾ കൂപ്പി, കണ്ണുകൾ അടച്ച് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ. എല്ലാ പ്രാർത്ഥനകളും പറഞ്ഞുകൊണ്ടേയിരിക്കണം അവനോട്. പിന്നെയും പറയണം, പിന്നെയും പറയണം, അവനോട് പറയണം, ഈശോയോട് പറയണം. കൊതി തീരുവോളം ആ മുഖം കണ്ട് 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 പറഞ്ഞുകൊണ്ടേയിരിക്കാം. എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തെ,
എൻ്റെ വ്യക്തി ജീവിതത്തെ യേശുവേ അനുഗ്രഹിക്കണേ എന്ന്, ആശീർവദിക്കണേ എന്ന്. ആരാധ്യനേ ഉന്നതനേ യേശുവേ സ്തുതിക്കു യോഗ്യനേ യേശുവേ. ആരാധ്യനേ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. ഉന്നതനേ ഈ ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ സ്നേഹത്തോടെ ഈശോ നമ്മെ ആശീർവദിക്കും. സ്നേഹത്തോടെ രണ്ട് കരങ്ങളും ശിരസിൽ വെച്ച് ഈശോ നമ്മെ ആശീർവദിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കും. ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നീ മാത്രമേ യേശുവേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ. യേശുവേ നീ മാത്രമേ ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. ഈശോയെ കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു. സർവസ്തുതികൾക്കും യേശുവേ, പുകഴ്ചയ്ക്കും യേശുവേ, യോഗ്യൻ. എന്റെ ഈശോയെ, യേശുവേ നീ മാത്രമേ. എന്റെ ഈശോയെ വിളിച്ചുകൊണ്ട് സ്തുതിക്കാം ഒരുമിച്ച്. യേശുവേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ. യേശുവേ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ. യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ. യേശുവേ നീ മാത്രമേ. ശിരസ് നമിച്ച് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. കൈകൾ കൂപ്പി നന്ദിയുള്ള മനസ്സോടെ ഒരുമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എന്നും എന്നും എന്നെ സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് ബലപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ ജയാളിയാണു നാം, ക്രിസ്തുവിൽ പോരാളിയാണു നാം. ധീരരായി പോരാടിടാം, കർത്തൃസേവ ചെയ്തിടാം, ജയം നേടി മുന്നേറിടാം. ക്രിസ്തുവിൽ ജയാളിയാണു നാം, ക്രിസ്തുവിൽ പോരാളിയാണു നാം. ധീരരായി പോരാടിടാം, കർത്തൃസേവ ചെയ്തിടാം, ജയം നേടി മുന്നേറിടാം. മുന്നേറിടാം നാം മുന്നേറിടാം, ക്രൂശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. മുന്നേറിടാം നാം മുന്നേറിടാം, ക്രൂശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗം നാം ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. പാപശാപബന്ധ